മെയിൻ റോൾ ചെയ്യേണ്ട ആളാണ്. വിളിച്ചാ വരത്തില്ല. രാജപ്പോ എന്താ സാറേ എന്നെ വിളിച്ചോ? എന്താണ് ഈ പുറത്ത് ഭയങ്കര ബഹളം? എന്റെ സാറേ അത് ഇവിടുത്തെ നാട്ടുകാരാ. നമ്മുടെ നാടകത്തിന്റെ റിഹേഴ്സൽ കാണാൻ വന്നതായിരിക്കും. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഓരോരുത്തന്മാർ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളുന്നത്. അവരോടൊക്കെ പോകാൻ പറയണോ? സാറേ അവരാണ് നമ്മുടെ ബലം. അവരുമായിട്ട് ഉടക്കുന്നത് നല്ലതല്ല കേട്ടാ. പിന്നെ അവരോട് സംസാരിച്ചിട്ടില്ലേ ഞാൻ എന്റെ നാടകം ചെയ്യുന്നത്? എന്റെ പൊന്ന് സാറേ, സാറ് ഇതിന്റെ ഡയറക്ടർ അല്ലേ? അവരോട് നമ്മുടെ നാടകത്തിനെ കുറിച്ച് ഒന്ന് ചുമ്മാ അടിച്ചേക്കും. ഒരു കാര്യം, താൻ അപ്പുറത്തോട്ട് പോയിക്കോ. പിന്നെ ആ പോകുന്ന വഴിക്ക് കട്ടനൊന്ന് പൊക്കിയാരെ കേട്ടാ. ഓക്കെ സാറേ, ഞാൻ കർട്ടൻ പൊക്കാൻ പോവാണേ. ശരി ശരി. അതെ, പുറത്താണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടെന്നാ തോന്നുന്നു. ഒന്ന് ചിരിച്ചോണ്ടൊക്കെ നിൽക്കുന്ന സാറേ. ആയിക്കോട്ടെടോ, താൻ നമ്മൾ പൊയ്ക്കേ. സ്നേഹികളെ, ചേർത്തല കുടമാളൂർ തിയേറ്റേഴ്സിന്റെ നാടക ക്യാമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ, ഈ നാടകത്തിന്റെ സംവിധായകൻ ആരാണ് സാറേ? ഈ നാടകത്തിന്റെ രചന സംവിധാനം കാട്ടാക്കട കുട്ടപ്പൻ. അതാരാണ് സാറേ? അത് ഞാനാണടേ. ഇതെന്റെ 50ാമത്തെ നാടകമാണ്. എന്നിട്ടും നിനക്ക് എന്നെ അറിഞ്ഞൂടെ? അയ്യോ, അല്ല സാറേ, ഈ നാടകത്തിന്റെ പേര് എന്താണ് സാറേ? എന്റെ ഈ പുതിയ നാടകത്തിന്റെ പേരാണ് നാടക നടിയാണ് താരം. സാറേ, നാടക നടി എന്താ സാറേ അവിടെ? അതിന്റെ കാര്യം പറഞ്ഞാൽ ഈ TV സീരിയലിന് കാരണം ഒരു ഒത്ത നല്ല നടിയെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു സുന്ദരിയായ ലക്ഷണമൊത്ത ഒരു നടിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഞങ്ങളെല്ലാം. നാടക നടിയില്ലേ സാറേ? നാടക നടി വരും. അല്ല, നിങ്ങളെവിടെ പോകുന്നത്? ഒരു കാര്യം അമ്മച്ചാണ് സത്യം. നല്ലൊരു സുന്ദരിയായ നാടക നടി വരും. രാജപ്പ, രാജപ്പ, എന്താ സാറേ, എന്താ പ്രശ്നം? അല്ല താനിതോടെ പോണു പാന്റും ഷർട്ടും ഒക്കെ ഇട്ടോണ്ട്? എന്റെ സാറേ, എനിക്കിന്ന് വീട്ടിൽ പോകണം. റിഹേഴ്സൽ കഴിഞ്ഞിട്ട് പോകാടേ. റിഹേഴ്സലോ? അതിനിവിടെ റിഹേഴ്സൽ വല്ലതും നടക്കുന്നുണ്ടോ? സാറേ, ഞാൻ വന്നിട്ട് 10 ദിവസമായി. ഇവിടെ ഭക്ഷണമുണ്ടോ, വെള്ളമുണ്ടോ? എന്തിനേറെ പറയണം, നാടക നടി പോലും ഇല്ല ഇവിടെ. രാജപ്പ, നാടക നടി ഇന്ന് എന്തായാലും വരുമെന്നാ പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത്. സാറേ, നാടക നടി എത്തിയാലും എത്തിയില്ലെങ്കിലും ഞാൻ ഇന്ന് പോകും. കാരണം എന്റെ കുഞ്ഞമ്മയുടെ കല്യാണമാണ്. ഹലോ കുഞ്ഞമ്മ, കുഞ്ഞമ്മ ഞാൻ എത്താം കുഞ്ഞമ്മ. അയ്യോ കുഞ്ഞമ്മ കരയല്ലേ, ഞാൻ എത്താമെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം കുഞ്ഞമ്മ, എനിക്കറിയാം. കുഞ്ഞമ്മ, കുഞ്ഞമ്മയുടെ കല്യാണം നാടകത്തിനെക്കാട്ടിലും വലുതാണെന്ന് കുഞ്ഞമ്മയ്ക്ക് അറിയാമോ? എനിക്ക് എന്റെ കുഞ്ഞമ്മയുടെ കല്യാണമാണ് വലുത്. കുഞ്ഞമ്മ വിഷമിക്കല്ലേ കുഞ്ഞമ്മ, ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? അയ്യോ കുഞ്ഞമ്മ വിഷമിക്കല്ലേ, ഞാൻ എത്താം. കണ്ടോ, കോളിന്റെ പുറത്ത് കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. സാറേ, അവിടെ ഉത്തരവാദിത്തോടുകൂടെ നിൽക്കാൻ ആരുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം മിസ്റ്റർ രാജപ്പ. ഒന്നാമത് റിഹേഴ്സൽ ഒന്നും ആയിട്ടില്ല. പിന്നെ ഈ നാടകത്തിൽ നിന്റെ വേഷം എന്താണെന്ന് നിനക്കറിയത്തില്ലേ? എന്നോട്? അതെ സാറേ, 25 വർഷമായി ഞാൻ ഈ തൊഴിൽ തുടങ്ങി. എന്റെ വേഷം എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരു അച്ഛന്റെ വേഷം. നാടകം തുടങ്ങി തീരും വരെയുള്ള വേഷം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്തുകൊള്ളാം സാർ, അതിനെപ്പറ്റി വറി ചെയ്യരുത്. ആ പത്രക്കാരെയും സെറ്റുകാരെയും കൊണ്ട് അവരുടെ വേഷം ചെയ്യിപ്പിക്കൂ, എന്നെ വിട്ടേക്കൂ. അപ്പോഴേക്കും ഞാൻ എത്തിക്കൊള്ളാം. എനിക്ക് വറി ചെയ്യേണ്ട, എന്നെ വിട്ടേക്കൂ. ഓക്കെ സാർ, ഒരു 100 മണീസ് എടുക്കാനുണ്ടാവോ? ഒരു 100 രൂപ. ആ പ്രൊഡ്യൂസർ വരുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാമല്ലോ. 100 രൂപ? യെസ്. കുഞ്ഞമ്മയുടെ കല്യാണത്തിന് വക 100 രൂപ. അതെ. എന്റെ കൈ തേങ്ങ ഇരിക്കുന്നേ. അയ്യോടാ, പ്രൊഡ്യൂസർ വരുന്നുണ്ട്, നീ വേണമെങ്കിൽ നേരിട്ട് ചോദിച്ചോ. എന്താണോ എല്ലാ ഇരുട്ടത്തിരിക്കുന്നത്? ഒരു ലൈറ്റ് ഇട്ടിരുന്നു കൂടെ. അണ്ണന്റെ മുഖത്തിരിക്കുന്ന ഗ്ലാസ് ഒന്ന് എടുത്ത് മാറ്റിക്കേ. ഓ, കറണ്ട് ചാർജ് അടയ്ക്കുന്നത് ഞാനില്ലേടാ. 1-2 ലൈറ്റ് ഓഫ് ചെയ്തുകൂടെ? അതാ ചായ വന്നു. ഇനി എല്ലാരും ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം. വടയുണ്ടോടാ? വടയുണ്ട്. വട ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് കാശ് വേണോ?
വട കഴിച്ചതിന് ശേഷമല്ലേ കാശ് തരേണ്ട കാര്യമുള്ളൂ. ഒന്ന് പോടവാ. അയ്യോടാ എന്റെ പൊന്നു സാറേ, എനിക്ക് നിൽക്കാൻ നേരമില്ല. എനിക്ക് വീട്ടിൽ പോകണം. എന്റെ കുഞ്ഞമ്മയുടെയും കൊച്ചച്ഛന്റെയും കല്യാണമാണ്. കൊച്ചച്ഛന്റെയോ? ആ, കുഞ്ഞമ്മ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എനിക്ക് കൊച്ചച്ഛനാകുമല്ലോ. ഞാനൊരു അഡ്വാൻസ് ആയി പറഞ്ഞെന്ന് മാത്രം. റിഹേഴ്സൽ കഴിഞ്ഞ് പോകാമോ? റിഹേഴ്സലിന്റെ കാര്യത്തിൽ എന്നെ പറ്റി പേടിക്കേണ്ട, അത് വിട്ടേക്കൂ. സാറിന് അറിയാമല്ലോ, എന്നെ സാർ ആദ്യമായി കാണുന്നത് കായംകുളം KPCCയിൽ വെച്ച്. എവിടെ? KPC. എങ്ങനെ ആദ്യം നീ ഒരു സ്പെല്ലിംഗ് പറഞ്ഞല്ലോ. KSRTC. അതാണ് കായംകുളം KSRTC സ്റ്റാൻഡില് ചായ അടിക്കാൻ നിന്ന് നിന്നെ കൊണ്ടുവന്നൊരു നടനാക്കിയത് എന്റെ തെറ്റ്. ഹലോ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. എന്ത് തീരുമാനമായില്ല? എനിക്ക് സംവിധാനം മാത്രമല്ല, എനിക്ക് ആഫീസിൽ പോണം. എന്താ ആഫീസ്? എന്റെ ആഫീസ്. ആഫീസിന് മുമ്പ് ഒന്നുകൂടി ഉണ്ട്. അല്ല, അത് പിന്നെ പറയടാ, അല്ലെങ്കിൽ ഞാൻ പറയാ. അണ്ടി ആഫീസിൽ കിടന്ന നിന്നെ പിടിച്ച് ഡയറക്ടർ ആക്കിയ എന്നെ വേണം പറയാൻ. അത് പോട്ടെ. അല്ലണ്ണ, നടി ഇന്ന് വരുവോ? നടി വരുമെന്ന് പറഞ്ഞാൽ നടി വരും. കഴിഞ്ഞ പ്രാവശ്യം വന്നടിക്ക് എന്താണ് ഒരു കുറവ്? വിശ്വസുന്ദരിയായിരുന്നില്ലേ? സുന്ദരിയായിരുന്നു 40 വർഷം മുൻപാണെന്ന് മാത്രം. അവരുടെ 60ാം പിറന്നാൾ ആഘോഷം കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഞാൻ കണ്ടു. രാജപ്പ, അപ്പൊ നീ പത്രമൊക്കെ വായിക്കാൻ തുടങ്ങി ഇല്ലേ? അയ്യോടാ എന്റെ സാറേ, എന്നെ ഒന്ന് പ്രാന്ത് പിടിപ്പിക്കാതെ എനിക്ക് പോണം. നീയൊന്ന് അടങ്ങ രാജപ്പ, ഈ പ്രാവശ്യം തെറ്റ് പറ്റില്ല. ഹലോ, നാടകം നടിയെത്തി. നാടകം നടിയെത്തി. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്താ പേര്? എന്റെ പേരോ? എന്റെ പേര് കത്രീന പെറ്റ്നീറ്റ ടുമേറോ. എന്താ പറഞ്ഞത്? കത്രീന പെറ്റ്നീറ്റ ടുമേറോ. ഓക്കെ, കത്തി, പെട്ടി, കുട്ടി. അത് പോട്ടെ, ഞാൻ കുട്ടിയെ മോളെ എന്ന് വിളിക്കാം. ശരിയെങ്കിലേ. അയ്യോടാ. അല്ല, ആരാ അതിന്റെ ഡയറക്ടർ? ഞാനാണ് ഈ നാടകത്തിന്റെ ഡയറക്ടർ, കട്ടക്കട കുട്ടപ്പൻ. കത്രീന പെറ്റി അല്ല കുട്ടി, ഞാനാ ഇതിന്റെ പ്രൊഡ്യൂസർ. മാറിതല്ലണ്ണ, ഇതാണ് പ്രൊഡ്യൂസർ. ഒരുപാട് നാടകങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ആള്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അവസാനം ഭാര്യയുടെ കെട്ടുതാലി വരെ പണയത്തില്ല. കൊണ്ടൊടുവിൽ എന്റെ അടുത്തെത്തി. എന്താ ചെയ്യാ, അന്ന് ചെയ്തു കൊടുക്കാതെ ഞാനും അങ്ങ് സമ്മതിച്ചു. അത് നന്നായി. ഏതായാലും കുട്ടി അങ്ങോട്ടിരിക്കുക. ഓക്കെ. അയ്യേ, എന്താ ഇത്? ആരാ ഇതൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്? എന്ത് മോശമാണിത്. ഇത് ആർക്കുള്ളതാടേ? ലൈറ്റ് മാറി, ഇത് നിന്നതാണേ. സെറ്റ് വർക്കന്മാരെ, നിങ്ങളതാണേ ഇത്. ഞങ്ങളുടെ രാജപ്പ, നിന്നതാണേ ഇത്. എന്റെ സാറേ, ഞാൻ ജീവിതത്തിൽ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. അണ്ണ അല്ല, ഇത് അണ്ണന്റെ ആണോ ഇത്? അല്ല, എന്റെ ഇങ്ങനത്തെ വരയുള്ളതല്ല, എന്റെ വെള്ളയാണ്. അത് ഒന്നേ ഉള്ളൂ. അത് ഞാൻ കഴിയാനായിട്ട് വീട്ടിലിട്ടിട്ടാ വന്നിരിക്കുന്നത്. അത് ശരി. അപ്പൊ ഇത് ആരുടെ അല്ല. ഈ സാധനത്തിന് അവകാശികൾ ആരുമില്ല. എങ്കിൽ ഈ സാധനം ഇട്ടുമെന്റെ തലയിൽ. ആരാടാ ഈ കോസ്റ്റ്യൂം ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? ഏതായാലും നമുക്ക് റിഹേഴ്സൽ നോക്കാം. രാജപ്പ, നാം നേരത്തെ എന്റെ അടുത്തൊരു 100 രൂപ ചോദിച്ചില്ലേ? ഇതാ 500 രൂപയുണ്ട്. കുഞ്ഞമ്മയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് താൻ വന്നാൽ മതി. ആദ്യം ആ നായകനും നായികയും ചേർന്നുള്ള പാട്ട് സീൻ ആദ്യം നോക്കാം. രാജപ്പ, താൻ പോയിട്ട് വാ. അല്ല സാറേ, അതിനെപ്പറ്റി ഒന്നുകൂടെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എന്താലോചിക്കാൻ? താൻ പോയിട്ട് തലേ ദിവസം വന്നാൽ മതി. താൻക്ക് റിഹേഴ്സലിന്റെ ആവശ്യമില്ലല്ലോ. ഒരു മിനിറ്റ് സാറേ. ഹലോ കുഞ്ഞമ്മയ്ക്ക് അറിയാമല്ലോ കുഞ്ഞമ്മ, നാടകം എന്ന് പറയുന്നത് എന്റെ ജീവിതമാണ്. കുഞ്ഞമ്മ, ഇവിടെ റിഹേഴ്സൽ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞമ്മ, വേണമെങ്കിൽ കല്യാണം മാറ്റിവെക്ക് കുഞ്ഞമ്മ. പാവം സംവിധായകന്റെ വിഷമം നമ്മൾ മനസ്സിലാക്കണം. എന്ത് കുഞ്ഞമ്മ വീട്ടിൽ കയറ്റില്ലെന്നോ? വേണ്ട, എന്നെ കേട്ടണ്ട. എനിക്ക് ജീവിതമാണ് നാടകം, എന്റെ രക്തമാണ് നാടകം. കുഞ്ഞമ്മയുടെ പാട് നോക്കി പോ കുഞ്ഞമ്മ. ആ കട്ട് ചെയ്യൂ, ആ കട്ട്.
സാർ, അപ്പോൾ ആ അച്ഛന്റെ വേഷം ഇപ്പോൾ എടുക്കുന്നില്ല സാർ? പിന്നെ നോക്കാടോ. അതല്ല ഞാൻ പറയുന്നത്, ഈ അച്ഛൻ തലോടുന്നതും നെറുകയിൽ ചുംബിക്കുന്നതും മാറോടണിക്കുന്നതും അത് പിന്നെ ഈ മോളെ എന്ന് വിളിച്ച് ചേർത്ത് പിടിക്കുന്നതുമായ സീൻ എടുക്കുന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. താനല്ലേ പറഞ്ഞത് തനിക്കെല്ലാം ഓക്കെയാണ്, റിഹേഴ്സലിന്റെ ആവശ്യമില്ല എന്ന്? ഇല്ല, റിഹേഴ്സൽ ഇല്ലാതെ പറ്റില്ല. എനിക്കാണെങ്കിൽ 15 പ്രാവശ്യം റിഹേഴ്സൽ എങ്കിലും എനിക്ക് വേണം. നമുക്ക് ആ പാട്ട് സീൻ ആദ്യം എടുക്കാം. നമ്മുടെ നായകൻ എവിടെ? അയ്യോ, നായകൻ ഇവിടെ ഇല്ല. നായകൻ മീൻ മാർക്കറ്റിൽ മീൻ മേടിക്കാൻ പോയിരിക്കണ, എത്തിയിട്ടില്ല. ആ സീൻ നമുക്ക് ഒരു ഡ്യൂപ്പിനെ വെച്ചെടുക്കാം. ഓക്കെ, ഡ്യൂപ്പായി ഇന്ന് കൂടെ എന്നെ വിളിച്ചോളണം. നാളെ മുതൽ എന്നെ കിട്ടില്ല. അതിന് നിന്നെ ആര് വിളിച്ചു? അപ്പോൾ അതുമില്ല. അയ്യോടാ. തൽക്കാലം ഞാൻ തന്നെ ഡ്യൂപ്പായി അഭിനയിക്കാം. അല്ല കുട്ടി ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ. എന്റെ മനസ്സിലെ ഇങ്ങനെയല്ല, നമുക്ക് വേറൊരു രീതിയിൽ നോക്കാം. പാട്ട് പ്ലേ ചെയ്യൂ. തിങ്കിങ് മാത്രമേ നടക്കുകയുള്ളൂ. ഇതനുഭവിക്കേണ്ട നായകനാണ് ഇപ്പോൾ മീൻ മാർക്കറ്റിൽ വില പേശിയിരിക്കുന്നത്. കഷ്ടം. ഇഷ്ടപ്പെട്ടു. പാട്ടോ അതോ എന്നെയോ? രണ്ടും. സത്യം പല്ലി കുരച്ചു. ഇക്കണക്കിന് പോയാൽ എല്ലാ സീനും ഡ്യൂപ്പായിരിക്കും. ഇന്നത്തെ റിഹേഴ്സൽ ഇവിടെ തീരുകയാണ്. ഇനി എല്ലാരും നാളെ രാവിലെ വരണം. എല്ലാരും പോയിക്കോളൂ. ഹലോ. ഡയലോഗ് പഠിക്കുമായിരിക്കും അല്ലേ? അതെ അതെ. പിന്നെ ഞാൻ ഈ അച്ഛന്റെ വേഷം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ. ഓ, എനിക്ക് തോന്നിട്ടോ. അതെ, നല്ല കണ്ണാണ് കേട്ടോ. ആണോ? എല്ലാരും പറയുന്നുണ്ട് കേട്ടോ. അയ്യോ, പിന്നെ ഞാൻ ഈ നേരത്തെ സഹോദരി മോളെ എന്നൊക്കെ വിളിച്ചല്ലോ, എല്ലാവരും വിരട്ടാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. വല്ലാത്ത ശല്യമായിരിക്കും. ശരിയാ. ആട്ടെ, വീട് എവിടെയാ? കൊച്ചിയിൽ വൈപ്പിൻ അറിയോ? വൈപ്പിൻ. വൈപ്പിൻ അയ്യമ്പള്ളി എന്ന സ്ഥലമുണ്ട്. അതിന്റെ അടുത്ത് അയ്യമ്പള്ളി അമ്പലത്തിന് തൊട്ടടുത്താണ്. അയ്യോ, അയ്യമ്പള്ളി അമ്പലത്തിന്റെ അടുത്ത് എന്റെ അമ്മയുടെ ഒരു സ്വന്തം ബ്രദർ ഉണ്ടായിരുന്നു. ഓ, സ്വന്തം ബ്രദറോ? ഓ, ആട്ടെ, എന്താ പേര്? ഓ, അയ്യോ, അങ്കിളിന്റെ പേര് വൺ മിസ്റ്റർ മണിയൻ. ഓ, 2 പെൺമക്കളുള്ള. അതെ. മൂത്ത കുട്ടി ഡിഗ്രിക്ക്. അതെ. ഓ, രണ്ടാമത്തെ കുട്ടി 10ാം ക്ലാസ്സിൽ. അയ്യോ, അതെ. ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അയ്യോ, അതെയോ? എനിക്കറിയാം. ഞങ്ങളുടെ വീട്ടിൽ മരം മുറിക്കാൻ വന്ന മറ്റേ മുക്രിമണിയൻ. വരാം കേട്ടോ. അല്ല ചേട്ടാ, ഈ മണിയന്റെ ആരാന്ന് പറഞ്ഞേ? അല്ലല്ല, അത് വിട്ടേക്കു. ആരും അല്ലെന്നേ. പിന്നെ നമുക്ക് കുറച്ച് സംസാരിച്ചിരുന്നാലോ? അല്ല ചേട്ടാ, ഞാൻ ആലോചിക്കുന്നതേ. എന്താണ് ആലോചിക്കുന്നത്? അയ്യോ, അത് വിട്ടേക്കൂ. പിന്നെ അടുത്ത ആഴ്ച ഇവിടെ കാണുമോ? ഓ, അടുത്ത ആഴ്ച ഞാൻ ഈ ബുധനാഴ്ച പോകും. അയ്യോ, എന്തിനടുത്ത ആഴ്ചയാക്കുന്നു? ഈ ബുധനാഴ്ച തന്നെ എന്തെങ്കിലും പർച്ചേസിനോ വല്ലതും പോണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ഒന്നും മടിക്കരുത്. അല്ല ചേട്ടാ, ഞാൻ ആലോചിക്കുന്നതേ, വല്ല ബീച്ചിലോ പാർക്കിലോ വല്ലതും പോണമെങ്കിൽ പറയാൻ മടിക്കരുത്. അല്ലെന്നേ, ഈ മണിയന്റെ ആരാ ചേട്ടാ? അയ്യോ, ഒന്നും മിണ്ടാതിരിക്കാമോ? അമ്മയുടെ കുറെ ആങ്ങളമാര് മനുഷ്യനെ നാണം കെടുത്താനായി. ചേട്ടാ, ഞാൻ ഈ ബുധനാഴ്ച പോകുമല്ലോ നാട്ടിലേക്ക്. അപ്പൊ ഞാൻ വരണോ? അല്ല, ഞാൻ ചോദിക്കണേ, ഈ ബുധനാഴ്ച ഞാൻ നാട്ടിൽ പോകുമല്ലോ. അപ്പൊ ഞാൻ വീട്ടിൽ പോകുമ്പോ ഈ മണിയോട് എന്തെങ്കിലും പറയണോ? അയാളോടൊന്ന് പോയി ചാവാൻ പറയൂ. എന്താണ് രാജപ്പ ഒച്ചത്തിൽ സംസാരിക്കുന്നത്? എന്താ പ്രശ്നം അവിടെ? ഒന്നുമില്ല സാറേ, ഞാൻ ഈ ഡയലോഗിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാരോടും കൂടെ പറയുക, രാവിലെ 6 മണിക്ക് റിഹേഴ്സൽ ഉള്ളതാ. എല്ലാരും പോയി കിടക്കാൻ നോക്ക്. കുട്ടി ആ മുറിയിൽ പോയി കിടന്നോളൂ. ഓക്കെ. അല്ല, അണ്ണം പോകുന്നില്ലേ? ഞാൻ എവിടെ പോകാനാ? പാവപ്പെട്ട തൊഴിലാളിയുടെ കൂടെ കിടക്കുന്നതാണ് എന്റെ സന്തോഷം. രാമ 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 രാമ. രാജപ്പ, എന്താണ് പതിവില്ലാതൊരു പ്രാർത്ഥന? ആ പെൺകൊച്ചു കേൾക്കാനായിരിക്കും. അയ്യോടാ, മനസ്സിലായില്ലേ?
എന്താ അണ്ണാ ഒട്ടും വയ്യേ? കള്ളക്കൂർക്കം വലിക്കാതെ രാജപ്പ. എവിടെ അത് മനസ്സിലായില്ലേ? എന്നടാ നീന്തല് പഠിക്കുവാണോ നീ? നീയായിരുന്നു. നീ എന്നെ പിടിച്ചത് നന്നായി. എനിക്ക് ഉറക്കത്തിൽ എഴുതി നടക്കുന്ന സ്വഭാവമുണ്ടേ. നീ എന്നെ രക്ഷിച്ചു. ഞാൻ എവിടെ കിടന്നു വെച്ചാൽ അവിടെ എന്നെ കൊണ്ട് കിടത്തിയാക്കണം. എന്റെ പ്രായത്തിന്റെയാ. എനിക്കറിയാം. അവിടെ പോയി കിടക്ക്. ഇങ്ങോട്ടാ സാറേ? ദേ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോവാടേ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ എപ്പോഴേ ഉറങ്ങി. എന്ത് പറ്റി? അയ്യോ, ആഹാരം വല്ലതും ചോദിക്കുകയാണോ? ഞാനിത് എവിടെ പോയി ഒപ്പിക്കും? കഞ്ഞിയാണെങ്കിൽ പഴയതെല്ലാം എടുത്ത്. ഇയാൾ എന്തോ കൊണ്ട് പേടിച്ചു കഴിഞ്ഞ ആഴ്ച എനിക്കിതുപോലെ പറ്റില്ല. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അയ്യോ അയ്യോ, ഇതാരാ? അയ്യോ, ഞാനാ രാജപ്പ. നടി. നടിയോ? ഏത് നടി? ഇന്ന് രാവിലെ ഇവിടെ വന്നില്ലേ കത്രീന? അയ്യോ, എന്താ ഇങ്ങനെ? അതെ, ഞാനൊന്ന് കുളിച്ചതാ. എന്റെ ദൈവമേ, കുഞ്ഞമ്മയുടെ കല്യാണത്തിന് പോയാ മതിയായിരുന്നു. സത്യം.